നാരായണായ. ഹരിപ്രിയ അസ്ട്രോവിഷൻ ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മുടെ വീഡിയോ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുവാനും ഒപ്പം ഷെയർ ചെയ്യുവാനും മറക്കരുത്. ജാതക സംബന്ധമായിട്ട് എന്തെങ്കിലും സംശയം തോന്നുന്ന പക്ഷം എൻ്റെ ഈ വാട്സപ്പ് നമ്പറിൽ ബന്ധപ്പെട്ടോളൂ. ഞാനിവിടെ പറയുന്നത് പൂയം നക്ഷത്രത്തിൽ ജനിച്ചവരുടെ മാർച്ച് മാസത്തെ ഗുണദോഷ ഫലങ്ങളെക്കുറിച്ചാണ്. കർക്കിടകം രാശിയിൽ വരുന്നതായിട്ടുള്ള പൂയം നക്ഷത്രക്കാരിലെ ദേവഗുരുവായ സർവേശ്വരകാരകനായിട്ടുള്ള വ്യാഴം ഭാഗ്യസ്ഥാനമായിട്ടുള്ളതായ മീനം രാശിയിൽ നിന്നുകൊണ്ട് ജന്മരാശിയായിട്ടുള്ള കർക്കിടകം രാശിയിലേക്ക് നോക്കുന്നതുകൊണ്ട് പൂയം നക്ഷത്രക്കാർക്ക് വളരെയധികം ഗുണകരമായിട്ടാണ് കാണുന്നത്. അതുകൊണ്ട് പൂയം നക്ഷത്രക്കാരുടെ ദൈനംദിന ജീവിതത്തിൽ ഈ മാർച്ച് മാസത്തിൽ പുതിയ ആശയങ്ങൾ വഴി നല്ല രീതിയിലുള്ളതായ മാറ്റങ്ങൾക്കും പരിവർത്തനങ്ങൾക്കും സാധ്യത കാണുന്നതായിട്ടൊരു സമയമാണ്. ഔദ്യോഗിക മേഖലകളിൽ പ്രവർത്തിക്കുന്നതായ ഉദ്യോഗാർത്ഥികൾക്കാണെങ്കിൽ മേലുദ്യോഗസ്ഥന്മാരിൽ നിന്നുള്ളതായ അംഗീകാരവും പ്രശംസയും കിട്ടുക വഴി മനസ്സന്തോഷത്തിനുള്ളതായ സാധ്യത കാണുന്നുണ്ട്. ഭാഗ്യസ്ഥിതി അനുകൂലമായിട്ട് കാണുന്നുണ്ട് ഈ മാർച്ച് മാസത്തിൽ. എങ്കിലും ശ്രദ്ധിക്കേണ്ടതായിട്ടുള്ളൊരു കാര്യം, ദേവഗുരുവായിട്ടുള്ള വ്യാഴത്തിന് 6ാം ഭാവസ്ഥിതി ഉള്ളതുകൊണ്ട് ഈ സമയത്ത് ശാരീരികമായിട്ടുണ്ടാകുന്നതായ ക്ഷീണാവസ്ഥകളെയും ആരോഗ്യപരമായിട്ടുള്ള കാര്യങ്ങളെയും കൂടുതലായിട്ടും ശ്രദ്ധിക്കണം. അതുകൊണ്ട് യാത്രകളിലായാലും ദൈനംദിന ജീവിതത്തിലും ചിട്ടയായിട്ടുള്ളൊരു ഭക്ഷണ ക്രമീകരണങ്ങളും വിശേഷിച്ച് മുടങ്ങാതെയുള്ളതായിട്ടുള്ള വ്യായാമശീലവും ജീവിത അനുഷ്ഠാനങ്ങളും ഈ സമയങ്ങളിൽ വളരെ ഗുണം ചെയ്യുന്നതായിട്ട് കാണുന്നുണ്ട്. 5ാം ഭാവാധിപതിയും കർമാധിപതിയുമായിട്ടുള്ളതായ ചൊവ്വ 11ാം ഭാവമായിട്ടുള്ളതായ ലാഭസ്ഥാനത്ത് നിൽക്കുന്നുണ്ട് ഈ മാർച്ച് മാസത്തിൻ്റെ ആരംഭത്തിൽ. അതുകൊണ്ട് പഠിക്കുന്ന വിദ്യാർത്ഥികൾക്ക് ധാരാളമായിട്ടുള്ള ഗുണാനുഭവങ്ങളെ പറയുവാൻ കഴിയും. പരീക്ഷകളിൽ ഉന്നത വിജയം നേടുവാനും വിദ്യാഭ്യാസപരമായിട്ടൊക്കെ മക്കളെ ചൊല്ലി അഭിമാനിക്കാൻ കഴിയുന്നതായിട്ടുള്ളൊരു സമയം കൂടിയാണ് ഈ മാർച്ച് മാസത്തിൽ. കഠിനാധ്വാനത്തിന് പ്രതിഫലം കിട്ടുന്നതായിട്ടുള്ളൊരു സമയമാണെങ്കിലും ശ്രദ്ധിക്കേണ്ടതായിട്ടുള്ളൊരു കാര്യം, മാർച്ച് മാസം 12ാം തീയതി ചൊവ്വ ജന്മരാശിയുടെ 12ാം ഭാവത്തേക്ക് വരുന്നതുകൊണ്ട് ഈ സമയങ്ങളിൽ പഠിപ്പിൻ്റെ കാര്യത്തിൽ തളർച്ചയും അലസതയും വരാതെ ശ്രദ്ധിക്കേണ്ടതാണ്. എന്നാലോ കഠിനാധ്വാനം ചെയ്ത് പഠിക്കുന്ന കാര്യങ്ങളിലേക്ക് കൂടുതലായിട്ടും ശ്രദ്ധ കൊടുക്കുന്ന പക്ഷം വിജയ സാധ്യത കാണുന്നതായിട്ടുള്ളൊരു സമയം കൂടിയാണ് ഈ മാർച്ച് മാസത്തിൽ. കർമ്മസംബന്ധമായിട്ട് കൂടുതലായിട്ടുള്ളതായ ഉത്തരവാദിത്വങ്ങൾ ഏറ്റെടുക്കേണ്ടി വരുമെങ്കിലും ഉയർച്ചയിലേക്ക് എത്തിച്ചേരുവാൻ സാധിക്കുമെന്നുള്ളതായ മനസ്സിന് ധൈര്യം കിട്ടുന്നതായിട്ടുള്ളൊരു സമയം കൂടിയാണ് ഈ മാർച്ച് മാസത്തിൽ കാണുന്നത്. വ്യാപാര വ്യവസായ രംഗത്തും സ്വയം തൊഴിൽ ചെയ്യുന്നവരിലും മാർച്ച് മാസത്തിൻ്റെ ആരംഭത്തിൽ അവർ അധ്വാനിച്ചതിൻ്റേതായിട്ടുള്ള നേട്ടങ്ങൾ കിട്ടുകയും കർമ്മസംബന്ധമായിട്ട് മുടങ്ങിക്കിടന്നിരുന്നതായിട്ടുള്ള പല കാര്യങ്ങളും അനുകൂലമായിട്ട് വരുവാൻ സാധിക്കുമെങ്കിലും മാർച്ച് മാസം 12ാം തീയതിക്ക് ശേഷം വരുന്ന ചൊവ്വയുടെ 12ാം ഭാവസ്ഥിതിയെ ശ്രദ്ധിക്കണം. അതുകൊണ്ട് ഈ സമയത്തെ മനസ്സിലാക്കിക്കൊണ്ട് മുന്നോട്ട് പോകേണ്ടതാണ്. ജോലിഭാരം കുറച്ചൊക്കെ കൂടുമെങ്കിലും വരവിനേക്കാളും കൂടുതലായിട്ട് ചിലവ് അധികരിച്ചു കാണുന്നതുകൊണ്ട് ഈ സമയത്ത് ചിലവിനെ നല്ലവണ്ണം നിയന്ത്രിച്ചിട്ട് വേണം മുന്നോട്ട് പോകുവാനായിട്ട്. ഈ സമയത്ത് അനാവശ്യമായിട്ട് വരുന്നതായ പാഴ്ചിലവുകളെ കഴിയുന്നിടത്തോളം ഒഴിവാക്കുന്നത് വളരെ നല്ലതാണ്. കൂടാതെ പെട്ടെന്ന് വരുന്നതായിട്ടുള്ള കോപശീലത്തെയും ദേഷ്യഭാവത്തെയും നിയന്ത്രിക്കേണ്ടതാണ്. അതുകൊണ്ട് തൻ്റെ കൂടെ നിൽക്കുന്നവരുമായിട്ടോ സഹായികളുമായിട്ടോ ഈ സമയങ്ങളിൽ യാതൊരു വിധത്തിലുള്ളതായ അഭിപ്രായ ഭിന്നത വരാതെ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ്. ചില കാര്യങ്ങളിലൊക്കെ വിട്ടുവീഴ്ച മനോഭാവത്തോടു കൂടിയിട്ടും ക്ഷമാശീലത്തോടു കൂടിയിട്ടും മുന്നോട്ട് പോകേണ്ടതാണ് ഈ സമയങ്ങളിൽ.
പൂയം നക്ഷത്രക്കാർക്ക് അഷ്ടമശനിയിലൂടെ സഞ്ചരിക്കുകയാണ് ശനീശ്വരൻ. അഷ്ടമശനി ഉണ്ടെങ്കിലും ദേവഗുരുവായിട്ടുള്ള വ്യാഴം ജന്മരാശിയിലേക്ക് നോക്കുന്നത് കൊണ്ട് കുറച്ചൊക്കെ ഗുണാനുഭവങ്ങൾക്കും സാധ്യത കാണുന്നുണ്ട്. എങ്കിലും ശനീശ്വരൻ്റെ ദൃഷ്ടി 2-ാം ഭാവത്തേക്കും 5-ാം ഭാവത്തേക്കും കർമ്മസ്ഥാനമായിട്ടുള്ളതായ 10-ാം ഭാവത്തേക്കും വരുന്നതുകൊണ്ട് ധനപരമായിട്ടും കുടുംബപരമായിട്ടും ഒക്കെ ശ്രദ്ധിക്കേണ്ടതാണ്. ചില സമയങ്ങളിൽ മനസ്സിന് അസ്വാരസ്യങ്ങളും ക്ഷീണാവസ്ഥയും ടെൻഷനുമൊക്കെ തോന്നുമെങ്കിലും വളരെയധികം ശ്രദ്ധയോടും ആത്മവിശ്വാസത്തോടും കൂടിയിട്ടും മുന്നോട്ട് പോകേണ്ടതാണ്. പ്രത്യേകിച്ച് ഈ സമയങ്ങളിൽ ഭാര്യാഭർത്തൃ ബന്ധങ്ങളിൽ കൂടുതലായിട്ടുള്ള ആത്മബന്ധം കാണുമെങ്കിലും ചില സമയങ്ങളിൽ ചെറിയ ചെറിയ കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് അസ്വാരസ്യങ്ങൾ വരാതെയും നോക്കേണ്ടതാണ്. ഈ മാർച്ച് മാസത്തിൽ ഭാര്യാഭർത്തൃ ബന്ധങ്ങളിൽ അനാവശ്യമായിട്ടുള്ളതായ വാക്ക് തർക്കങ്ങളോ അഭിപ്രായ ഭിന്നതകളോ വരാതെയും നോക്കണം. സൂര്യനാണെങ്കിൽ മാസത്തിൻ്റെ ആരംഭത്തിൽ അഷ്ടമഭാവത്തിൽ നിൽക്കുന്നത് കൊണ്ട് ആരോഗ്യപരമായിട്ടുള്ള കാര്യങ്ങളിൽ കൂടുതലായിട്ടും ശ്രദ്ധ കൊടുത്തിട്ട് വേണം മുന്നോട്ട് പോകുവാനായിട്ട്. ചില സമയങ്ങളിൽ മാനസികമായിട്ടുള്ള സമ്മർദ്ദങ്ങൾക്ക് സാധ്യത കാണുന്നത് കൊണ്ട് വളരെ ശ്രദ്ധിക്കണം. മാർച്ച് മാസം 16-ാം തീയതി സൂര്യൻ ഭാഗ്യസ്ഥാനത്ത് വരുന്നത് ഗുണകരമായിട്ടാണ് കാണുന്നത്. 4-ാം ഭാവാധിപതിയായിട്ടുള്ള ശുക്രനെ കൊണ്ട് ചിന്തിക്കുന്ന പക്ഷം ശുക്രന് 9-ാം ഭാവസ്ഥിതിയും 10-ാം ഭാവസ്ഥിതിയും ഗുണാനുഭവങ്ങൾക്ക് സാധ്യത കാണുന്നതായിട്ടൊരു സമയമാണ്. അതുകൊണ്ട് ഭൂമി സംബന്ധമായിട്ടും ഗ്രഹസംബന്ധമായിട്ടും വാഹന സംബന്ധമായിട്ടും ഒക്കെ ഗുണാനുഭവങ്ങളെ കാണുന്നതായിട്ടൊരു സമയം കൂടിയാണ് ഈ മാർച്ച് മാസത്തിൽ. വീട് പണിയുന്നവരിലും വീടിൻ്റേതായിട്ടുള്ള അറ്റകുറ്റപ്പണികളെല്ലാം തന്നെ പൂർത്തീകരിച്ച് വീട് ഭംഗി കൂട്ടുവാനും സാധിക്കുന്നതായിട്ടുള്ളൊരു സമയം കൂടിയാണ് ഈ മാർച്ച് മാസത്തിൽ. വാഹന സംബന്ധമായിട്ടാണെങ്കിലും കൊടുക്കൽ വാങ്ങലുകൾക്ക് വളരെ അനുകൂലമായിട്ട് കാണുന്നുണ്ട് ഈ സമയത്ത്. അതുകൊണ്ട് ഈ സമയത്ത് പ്രത്യേകം ശ്രദ്ധിക്കണം. ശാസ്താവിന് നെയ്വിളക്ക് വയ്ക്കുന്നതും ശനീശ്വരന് നീലപ്പട്ടും പണവും സമർപ്പിക്കുന്നതും ശനീശ്വരന് നീരാഞ്ജനം ചെയ്യുന്നതൊക്കെ ഈ മാസത്തിൽ വളരെ നല്ലതായിട്ട് കാണുന്നുണ്ട്. അവതാര വിഷ്ണുവിനാണെങ്കിൽ ദുരിത നിവാരണാർത്ഥമായിട്ട് ലക്ഷ്മി നാരായണ പൂജ ചെയ്യുന്നതും മാസത്തിൻ്റെ ആരംഭത്തിൽ ശിവക്ഷേത്രത്തിൽ ഭഗവാനെ കൂവളത്തിൻ്റെ ഇല കൊണ്ട് അർച്ചന ചെയ്യുന്നതും ഇളനീർ അഭിഷേകം ചെയ്യുന്നതും പിന്നിൽ വിളക്ക് വയ്ക്കുന്നതും ഒക്കെ വളരെ ഐശ്വര്യമായിട്ട് കാണുന്നുണ്ട്.